പ്രിയമുള്ള നമ്മൾ ഇന്നുള്ളത് PSMO കോളേജിന്റെ മുന്നിലുള്ളത്. വീട്ടിൽ കിടപ്പിലായിട്ട് വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സംഗമമാണ് ഇന്ന് ഇവിടെ തിരൂരങ്ങാടി PSMO കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. തിരൂരങ്ങാടി യൂണിറ്റിയും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബും അവരുടെ മെർജ് ചെയ്തിട്ടും അതുപോലെ തന്നെ അതിന് PSMO കോളേജ്, MKH ഹോസ്പിറ്റല് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആ കുട്ടികളുടെ കിടപ്പിലായ കുട്ടികളുടെ അവരുടെ രക്ഷിതാക്കളെ അവരൊക്കെ ആദരിക്കുന്നതും അവരുടെ സാഹചര്യങ്ങളെ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടുന്ന് എടുക്കുന്നത്. ഏതായാലും നമുക്ക് തിരൂരങ്ങാടി PSMO കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പലരും കാണാത്തതും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ആ ഒരു സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളോട് മത്സരിക്കുന്ന, അത്തരം സാഹചര്യങ്ങളോട് സമരസപ്പെടുന്ന കുട്ടികളും രക്ഷിതാക്കളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അത്ഭുതമാണ്. അവർക്ക് സഹതാപമല്ല ഇങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ടത്. അവർക്ക് ധൈര്യവും സ്ഥൈര്യവും അതുപോലെ തന്നെ മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യവും അവർക്കുള്ള സാഹചര്യങ്ങളും അവർക്കുള്ള അവസരങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് തിരൂരങ്ങാടി യൂണിറ്റി ഫൗണ്ടേഷന് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാരവാഹികളോട് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അത് വളരെ വലിയ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഇത്തരം പ്രത്യേകിച്ച് മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടുന്നത് സഹതാപമല്ല, അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഫ്രണ്ട്സ്, നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് കുളത്തി ഇസ്മായിൽ സാഹിബ്. ഇന്നിപ്പം നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അത്ഭുതവും അതുപോലെ തന്നെ ആശ്ചര്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റീസിനാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്മായിൽ ഖാൻ, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംഗതിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാനുണ്ടായ ഒരു കാരണം, അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്തെല്ലാം എന്ന് അറിയണം എന്നുള്ളതാണ് നമ്മളെ പ്രേക്ഷകരോട് അറിയിക്കുക എന്നുള്ള ഉദ്ദേശം നമുക്കുള്ളത്. എങ്ങനെയാണ് ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമിന്റെ? യഥാർത്ഥത്തിൽ യൂണിറ്റിയുടെ ഇതൊരു പുതിയ പ്രോഗ്രാമല്ല. യൂണിറ്റി വർഷങ്ങളായി ഈ ഭിന്നശേഷി ശാക്തീകരണത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അത് യൂണിറ്റിന്റെ നിലപാടുകളുടെ പ്രോഗ്രാമിന്റെ ഒരു ഐറ്റം മാത്രമാണ്. അപ്പോൾ വർഷങ്ങളായി അവർക്ക് വേണ്ട സേവനങ്ങൾ, ചെയർ അതുപോലുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഇതൊക്കെ അവരെ വീടുകളിൽ കയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ എന്ന് പറയുന്ന ഒരു സെമി ഗവൺമെന്റ് കേരള ശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരള ഗവൺമെന്റിന്റെ ഒരു യൂണിറ്റാണ് പരപ്പനങ്ങാടി. ആ യൂണിറ്റിലാണ് തിരൂരങ്ങാടി ഭയങ്കര അതുപോലുള്ള നന്നമ്പർ പഞ്ചായത്തൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾ എന്ന് പറഞ്ഞാൽ വീട്ടകത്ത് നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത എല്ലാ, പക്ഷേ അവർ ശാരീരികമായ ശാരീരിക പരിമിതിയും വൈകല്യമുള്ള ഭിന്നശേഷിക്കാരാണ്. ഇവർക്ക് വർഷത്തിൽ 2 തവണയാണ് അവർ പുറത്തിറങ്ങാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഒന്ന് ഇവർ ഓണത്തിന് കഴിഞ്ഞു, രണ്ടാമത്തത് ഇതേപോലൊരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തരുമെന്ന് ഈ BRC പരപ്പനങ്ങാടി ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ സന്തോഷപൂർവ്വം, കാരണം ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ മറ്റുള്ള മുന്നൊരുക്കങ്ങളൊക്കെ PSMO കോളേജ് അലുമിനി, അതുപോലെ PSMO NSSും മെഡിക്കൽ സൗകര്യങ്ങൾ MKH എല്ലാവരും ചേർന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ ഓഡിറ്റോറിയം ഫ്രീ ആയിട്ട് ബാബാ സാഹിബ് ഓഫർ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വളരെ കോർഡിനേറ്റ് ചെയ്ത് നമ്മളെ അമർ മെനരിക്കലാണ്, ഫൈസൽ ഷമീൽ നമ്മളെ യൂണിറ്റി സെക്രട്ടറി, ഇവരെല്ലാം ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ ആളുകളെ, ഈ കുട്ടികളെ പഠിച്ചവന്റെ കയ്യൊപ്പോടുകൂടി ജനിച്ചവര് എന്ന് പറയുന്ന ഈ കുട്ടികളെ അവർക്കൊക്കെ അവർക്ക് സ്വർഗമൊക്കെ ഉറപ്പാണ്. നേരെ മറിച്ച് ഇവരെ കാണുന്ന, ഇവരെ പരിചരിക്കുന്ന നമുക്കുള്ള ഒരു പരീക്ഷണമായിട്ടാണ് അള്ളാഹു അവരെ ഇറക്കിയിട്ടുള്ളത് എന്നാണ് നമ്മൾ അതിശയം കാണുന്നത്. അപ്പോൾ അത് എത്രമാത്രം ഈ പരീക്ഷണം അള്ളാഹു ക്ലോസ് ആയിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവുന്നത് യൂണിറ്റി ഫൗണ്ടേഷൻ എന്ന രൂപീകരണം തന്നെ തിരൂരങ്ങാടിയിലെ പാവപ്പെട്ടവരെ, ദുർബലരെ കൈത്താങ്ങായി പ്രവർത്തിക്കുക എന്നുള്ള കഴിഞ്ഞ 10-12 വർഷമായി അത് വളരെ സുസ്ഥിരമായി ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പാവപ്പെട്ടവരെ, രോഗികളെ സഹായിക്കുന്നത്. ഇതിനേക്കാൾ ഘട്ടമായ മുതിർന്ന രോഗികളും ഇതിനൊക്കെ യൂണിറ്റിന്റെ പരിചരണത്തിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവമായി മാറ്റുമ്പോൾ ജനങ്ങൾക്ക് ഈ കുട്ടികളെ പറ്റിയും ഇതിന്റെ സാഹചര്യങ്ങളെ പറ്റിയും ഒരു ഉത്ബോധനം ഉണ്ടാവും. ചിലപ്പോൾ അവരെ ചില ആളുകൾ കംപ്ലീറ്റ് ഒരു റാഡിക്കൽ ചേഞ്ചായി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടായേക്കാം. നമ്മള് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക, പ്രവർത്തനത്തിന് പ്രതിഫലം തരേണ്ടത് നമ്മളല്ല. നമ്മളെ കർമ്മം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരാള്
ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കുറെ സമാന മനസ്കരായ കുറച്ച് തിരുനങ്ങാടിക്കാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു 30ഓളം അംഗങ്ങളുണ്ട്. ഞാൻ കണ്ടെടുത്തോളേ ഇതിൽ കാണുന്നത് എന്താ വെച്ചാല് നിങ്ങളെ ഈ മെമ്പർമാരെ ഒട്ടുമിക്ക ആളുകളും ഹൈ ലെവലിൽ ബിസിനസ്, അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പിലും, അതുപോലെ തന്നെ വെൽ എൻഗേജഡ് ആയ ആളുകളാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ പ്രവാസ ലോകത്ത് തിരക്കേറിയ ബിസിനസ്സുള്ള ആളുകൾ, നാട്ടിലാണെങ്കിൽ അതിനേക്കാളും തിരക്കുള്ള ബിസിനസ്സുകാർ, ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോലും സമയം കണ്ടെത്താൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ പലരും ഉള്ളത്. പക്ഷെ നിങ്ങളുടെ എല്ലാ മെമ്പർമാരുടെ ഞാൻ പറയും 100% ആളുകളും തിരക്കുകളായ. നിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോലും അങ്ങനെയാണ്. പ്രവാസത്ത് കല്യാണത്തിനൊക്കെ വേണ്ടിയും മകന്റെ കല്യാണത്തിന് അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് ഇതിൽ ആക്റ്റീവായി കാണുന്നത്. അതെങ്ങനെ നിങ്ങൾ ഇതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹു ഒരു കാരുണ്യ മനസ്സ് തന്നു, എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പൊ ആ കാരുണ്യ മനസ്സിൽ നമുക്ക് പിന്നെ ലോല മനസ്സ് എന്നൊക്കെ പറയുന്നില്ലേ, അത്തരം ഒരു മനസ്സുള്ള ആളുകൾക്കാണ് നമ്മള് സമൂഹത്തിലെ സഹജീവികൾക്കുള്ള പ്രയാസങ്ങളും പിന്നെ നമ്മുടെ ദീനെന്താണ് നമ്മളോട് പറയുന്നത് അത് ഉൾക്കൊള്ളാനും അതിന് നമ്മളാലാവുന്ന പ്രവൃത്തികൾ ചെയ്യാനും പിന്നെ സാധിക്കുന്ന ഒരു മനസ്സിലുള്ള സമാന മനസ്കരാണ് ഒരു കൂട്ടായ്മയാണ് ഇത്. യൂണിറ്റി 2015 മുതൽ യൂണിറ്റി എല്ലാ ഞായറാഴ്ചകളിലും ഒരു ദിവസം മീറ്റിംഗ് രാവിലെ കൂടും. അപ്പൊ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ സമയമില്ല എന്നുള്ളത് നമ്മൾ പറയണതാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് മാറ്റി വെച്ചാൽ മതി. ഇതിന് അത്രേ നമ്മൾ മാറ്റിയേക്കണം. നമ്മളെ നമ്മളെ താല്പര്യമാണ്. പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളും സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണല്ലോ. നമ്മൾ ചെയ്തായിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? പഠിച്ചോ നമ്മക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നിട്ടിറങ്ങണം. അപ്പൊ മുന്നിട്ടിറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലാവുമ്പോൾ നമ്മളെ പ്രവർത്തനങ്ങൾ മെയിനായിട്ടും ഭക്ഷണം, പിന്നെ പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യമാണ്. ഈ 4 മേഖലകളിലാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒരിക്കൽ പോലും ഒരു കേസ് നമ്മൾ വെറുതെ ആരെങ്കിലും കൊടുന്ന് അന്വേഷിച്ചാതെ അങ്ങനെ കൊടുക്കില്ല. എന്താണോ അയാളെ റിക്വയർമെന്റ് അതാ കൊടുക്കുക. ഇപ്പോൾ MKH ഹോസ്പിറ്റലിൽ സർജറി ആണെങ്കിൽ അവിടേക്കുള്ള ബില്ല നമ്മൾ അടക്കുക, ചെക്ക് കൊടുക്കും യൂണിറ്റ്. അതുപോലെ ഭക്ഷണം ആണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള താല്പര്യം ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. ചില ആളുകൾ പറയാറുണ്ട് ഈ ചില കുടുംബത്തിനോ ഒക്കെ നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര സാമ്പത്തികമായിട്ട് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് നമ്മളെ കുട്ടിക്കോ ഒക്കെ ഒരു വല്ല ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ എന്തെങ്കിലും വല്ല ഇനീഷ്യേറ്റീവ് നിങ്ങളെ യൂണിറ്റിന്റെ ഭാഗത്തുണ്ട്? തീർച്ചയായിട്ടും. അതായത് ഇപ്പം തിരുവനങ്ങാടിയിൽ ഏകദേശം 2 or 3 സ്ത്രീകൾക്ക് സ്ഥാപനങ്ങൾ ജോലി, ചില ഷോപ്പുകൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഭാവി പദ്ധതി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ആളുകളെ സഹായിക്കുന്നത് മാറ്റിയിട്ട് പോലെ സ്വയം സംരംഭം ഇതാകാനാണ്. പണ്ട് കാലത്തൊക്കെ ഇവിടെ പ്രസ്സിന്ന് മടക്കിയിട്ട് പപ്പടം പരത്തിയിട്ടൊക്കെ ഒരു കുടുംബം കഴിഞ്ഞിട്ടുണ്ട് കടയില്. അതേ അവസ്ഥയിലേക്ക് ഇപ്പൊ പുതിയ സംരംഭങ്ങളുണ്ട്. ഞങ്ങൾ അത്ര ആളുകളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ നമ്മളെ മറ്റേ തൊഴിൽ കേന്ദ്രം, ജില്ലാ തൊഴിൽ കേന്ദ്രമൊക്കെ ബന്ധപ്പെട്ടിട്ട് അത്തരം തൊഴിലുകൾ കൊടുത്താൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു 200 രൂപ 300 രൂപ പെരീക്ക് ഒരാൾക്ക് കൂലി കിട്ടിയാല് നമ്മൾ കൊടുക്കണീലേറെ മെച്ചാണ്. പിന്നെ ഓർക്ക് ഒരിക്കലും ഒരു അഭിമാനത്തിന് ബാധിക്കില്ല. ഒരു തൊഴിൽ ചെയ്തിട്ട് ഇപ്പൊ അങ്ങനത്തെ സംരംഭങ്ങൾ കുറെ ഉണ്ട്, ചെയ്യാൻ പറ്റും. അതിനാണ് അടുത്ത നമ്മളെ പ്രൊജക്ട് അതാണ്, അതിലേക്കാണ് കോൺസെപ്റ്റ് ചെയ്യാൻ പോകണം. കാരണം എന്താ വെച്ചാല് ഇനി നമ്മൾ കൊടുക്കുക എന്നുള്ളത് നിർത്തിയിട്ട് നമ്മൾ ഓലെ അതിലേക്ക് എത്തിക്കാം, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എത്തിക്കുക. അതാണ് ഇനി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം അങ്ങനെ എത്തും. കാരണം നമ്മൾ ഭാവി ഇനി അങ്ങനെയാണ്. കാരണം അതിന് സാഹചര്യങ്ങളുണ്ട് ഇഷ്ടമാതിരി. ഗവൺമെന്റുമാര് സപ്പോർട്ട് ചെയ്തിട്ട്, അതുപോലെ സംഘടനകളെ സപ്പോർട്ട് ചെയ്തിട്ട്, അതുപോലെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഗവൺമെന്റ് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ അയൽക്കൂട്ടം, കുടുംബശ്രീ ഇവരായിട്ട് അസോസിയേറ്റ് കഴിയും. ഒരു കുടുംബത്തിക്ക് ഒരു 200 രൂപ ഡെയിലി കിട്ടിയാൽ തന്നെ 6,000 രൂപയായി. 6 കൊടുക്കടിയിലും മേലായി. ഒരു സ്ത്രീക്ക് കിട്ടിയാൽ അത്യാവശ്യ കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ കയ്യാവും. അതിന് പുറമെ ഇതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് GCC എന്നുള്ള, അതുപോലെ അതർ സ്റ്റേറ്റ് എന്നുള്ള ആളുകൾ ഇവരെ അയക്കണ സംഭാവനകളും ക്യാഷുകളും ഉണ്ട്. ഇവർക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇവരെ നമ്മളെ ഏൽപ്പിക്കണം ഒരു അമാനത്ത്. അതായത് ഇവര് തന്നിട്ട് നിങ്ങളിത് അർഹർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ഇപ്പൊ ഈ അനർഹര് കണ്ടമാനം കടന്നു കൊണ്ടുകൊണ്ട് അപ്പൊ നമ്മളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് ഏറ്റവും അർഹർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തരുന്ന ക്യാഷാണ്. അപ്പൊ നമ്മൾ അതിന്റെ സൂക്ഷ്മത പരമാവധി സൂക്ഷ്മത പുലർത്തിയിട്ട് അതനുസരിച്ചാണ് യൂണിറ്റി മുന്നോട്ട് പോകുക. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ യൂണിറ്റി ഫൗണ്ടേഷന്റെ സീനിയർ മെമ്പറും അതുപോലെ തന്നെ UAE കോർഡിനേറ്ററുമാണ്. പ്രിയങ്ക, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പം കാര്യമായിട്ടുള്ളത് യൂണിറ്റിന്റെ ഒരു പകൽ വീട് തൊട്ടടുത്ത് സ്റ്റാർട്ട് ചെയ്തല്ലോ. നമ്മുടെ സമദാനി സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് പദ്ധതികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. എന്തൊക്കെയാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. ഫായിസെ, നമ്മുടെ യൂണിറ്റി ഹൗസ് കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം നടന്നിട്ടുള്ളത്.
അതില് യൂണിറ്റി ഹൗസിൽ ഉള്ള ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. അതിൽ പകൽ വീട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾ പുതുതായിട്ട് കൊടുക്കുന്നതാണ്. സീനിയർ സിറ്റിസനും വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്ട് തുടങ്ങിയതാണ് പകൽ വീട്. അവർക്ക് വന്നിരിക്കാനും അതുമായി തന്നെ പത്രങ്ങള്, ലൈബ്രറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. യൂണിറ്റി ഹൗസിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഡോക്ടർമാരുടെ ഫ്രീ കൺസൾട്ടേഷൻ. അതൊരു ക്ലിനിക്കായിട്ട് നമ്മൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഏതെല്ലാം ഡോക്ടർമാരാണ്? അത് 4 ഡോക്ടർമാർ ഇപ്പൊ നിലവിൽ നമ്മൾക്ക് ഉണ്ട്. അതില് പ്രധാനപ്പെട്ടത് ഡോക്ടർ ശ്രീബിജു ആണ്. അദ്ദേഹം MD ഇൻ സ്പെഷ്യലിസ്റ്റും അതുമായി ജെറിയാട്രിക് ക്ലിനിക് സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. ജെറിയാട്രിക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ വയോജനങ്ങൾക്കുള്ള ചികിത്സ. അദ്ദേഹത്തിന്റെ സേവനം എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ യൂണിറ്റി ഹൗസിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അതുമായി തന്നെ ഡോക്ടർ കെ മോഹൻദാസ് MD, അദ്ദേഹം അലർജി ആൻഡ് ആസ്തമ സ്പെഷ്യലിസ്റ്റ് ആണ്, ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന്റെ സേവനം ഫ്രീ കൺസൾട്ടേഷൻ യൂണിറ്റി ഹൗസിൽ വെച്ചിട്ട് എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച നടക്കുന്നുണ്ട്. അതുമായി തന്നെ നമ്മുടെ പ്രഗത്ഭനായ സൈക്യാട്രിസ്റ്റ് ഫാറൂഖ് സി, അദ്ദേഹം MKHലെ സൈക്യാട്രിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സേവനം നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും തിരൂരങ്ങാടി യൂണിറ്റി ഹൗസിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അതുമായി തന്നെ നമ്മളെ തിരൂരങ്ങാടിക്കാരനായ ഡോക്ടർ നഷീത്ത്, അദ്ദേഹം ജനറൽ പ്രാക്ടീഷണറാണ്. അദ്ദേഹത്തിന്റെ സേവനം എല്ലാ ബുധനാഴ്ചയും യൂണിറ്റി ഹൗസിൽ വെച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഇതുണ്ടോ നിങ്ങൾ ഇതിന്റെ ഫോളോ അപ്പ്? ഇനി ഇവരെ തീർച്ചയായിട്ടും അവസാനിക്കില്ല. ഇതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല. ഈ കാര്യത്തില് ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ല. കാരണം ഇത് തുടർന്നുകൊണ്ടേ പോകണം. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതുമായി തന്നെ അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവരും വേറിട്ട് നിർത്തേണ്ട ഒരു വിഭാഗമല്ല, നമ്മളെ കൂടെ ചേർത്ത് പിടിക്കേണ്ടതാണ് എന്നുള്ളതാണ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ അങ്ങനെ ആയിരിക്കണം ഈ സമൂഹം അവരെ കൂട്ടിപ്പിടിക്കേണ്ടത് എന്നുള്ളതാണ്. യൂണിറ്റിന്റെ ട്രഷററാണ് അസി. നമ്മുടെ ഈ ഫണ്ട് ഇതിനൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാന്നുള്ളത് പല രൂപത്തിൽ നിങ്ങൾ ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ ഫണ്ട് നിങ്ങൾ കണ്ടെത്തുന്നത്? അതായത് നമ്മൾ പ്രോഗ്രാമുകൾക്കുള്ള ഫണ്ടുകൾ ഞങ്ങൾ മെമ്പർമാരുണ്ട്, 30 അഡ്മിൻ മെമ്പർമാരുണ്ട്. അത് ഞങ്ങളതിൽ ഞങ്ങൾ കളക്ട് ചെയ്യും. പിന്നെ അതേപോലെ നമ്മളോട് സഹകരിക്കണ തിരൂരങ്ങാടിക്കാരായ ആൾക്കാർ ഈ പരിപാടികൾക്ക് തരും. ഈ പരിപാടിക്ക് എന്താ ചെയ്തത്? ഇതിപ്പോ ഞങ്ങൾ അഡ്മിൻ മെമ്പർമാരും മാത്രം, പിന്നെ ഒരു 4-5 ആൾക്കാർ പുറത്തുനിന്ന് ഇന്നലെ ഇത് കണ്ടിട്ടും പിന്നെ അത് അറിഞ്ഞ് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ട് മുമ്പ് നമ്മൾ ജെംസിൽ ചെയ്തിരുന്നു ഗ്രീൻലാൻഡ് ടൈപ്പ് ആയിട്ട്. അത് മനസ്സിലാക്കിയിട്ട് ഇന്നലെ വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ റമദാനിലെ കളക്ഷൻ, മറ്റേ സക്കാത്ത് സദക്കന്റെ ഫണ്ടുകൾ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ മറ്റുള്ള സംഗതികൾക്ക്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നത്തെ പരിപാടി, ഈ പരിപാടിക്കുള്ള ഫണ്ട് യൂണിറ്റി മെമ്പർമാർ അതുമായി തന്നെ യൂണിറ്റിനോട് സഹകരിക്കുന്ന ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ, സുമനസ്സുകൾ എന്നൊക്കെ പറയാം, അവരെടുത്തുന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അത് വളരെ ഭയങ്കര നല്ലൊരു റെസ്പോൺസാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രൊജക്ടുകൾക്ക് കിട്ടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. പ്രത്യേകിച്ച് ഇവർ പറയുന്നത് ജോഗ്രഫിക്കലി തിരൂരങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളാണ് ഇവരെ നോംസിലുള്ള ഇവരെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് യൂണിറ്റി ഫൗണ്ടേഷൻ ഒരു റെഫറൻസാണ്. കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ നാട്ടിലും ഇവർക്ക് പരിമിതികളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പരിധികളുണ്ട്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ട്. അതിനെ പഠിക്കാനും അതുപോലെ തന്നെ അതിനെ വ്യാപിപ്പിക്കാനും കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് യൂണിറ്റി വ്യത്യസ്തമായ ചാരിറ്റി പ്രവർത്തനം, പ്രത്യേകിച്ച് ഡ്രസ് ബാങ്ക്, അതുപോലെ തന്നെ ചികിത്സകൾ, അതും ഉന്നതരായ ശ്രീ ബിജു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ കോഴിക്കോട് നഗരങ്ങളിൽ വളരെ തിരക്കുള്ള സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലത്തെ, അതുപോലെ തന്നെ തിരൂരങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും ഒരുപാട് തിരക്കുള്ള ആളുകൾ ഡോക്ടർ നഷീദ്, അതുപോലെ പ്രഗത്ഭരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സൈക്കാട്രി, സൈക്കോളജി വിഭാഗം. മാനസികാരോഗ്യത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് യൂണിറ്റി വലിയൊരു സേവനമായിട്ടാണ്, സൗജന്യമായിട്ടാണ് ഇത്തരം സേവനങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും അർത്ഥവത്തായ ഫലഭൂഷ്ടമായ ഒരു സേവന മാതൃകയാണ് ഇവർ കാണിക്കുന്നത്. ഇവരെ കയ്യും മെയ്യും മറന്നുകൊണ്ട് സഹായിക്കൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് ഈ കാണിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ ഇവർക്ക് ഫണ്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവരുടെ സേവനങ്ങളിൽ ഒന്ന് വന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. എന്നിരുന്നാൽ നിങ്ങളുടെ മനസ്സ് പറയും
ഇവർക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കൊടുക്കാൻ പറ്റും അത് ഞാൻ കൊടുക്കുമെന്നുള്ളത് നമ്മളെ മനസ്സ് പറയും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത നേർക്കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.